ഞാൻ മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് അറിഞ്ഞൊരു ദിവസമാണ് കഴിഞ്ഞ ഡിസംബർ 26 എന്നൊക്കെ പറയുന്നത്. ഞാനങ്ങനെ എല്ലാം മേടിച്ചോണ്ട് നിൽക്കുന്ന ആളല്ല, ഞാൻ തിരിച്ച് കൊടുക്കും. കുറേ പേര് എൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ആൾ എൻ്റെ റിലേഷൻ ഞങ്ങൾ എൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ. ഹായ്, ഞാൻ ഗൗരി. എങ്ങനെയാണ് ഈ മീഡിയയിൽ വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. സോ അതൊരു ലോങ് ജേർണിയാണ്, ലോങ് പ്രോസസ്സാണ്. എനിക്ക് മീഡിയ അല്ലെങ്കിൽ ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ആക്ടിംഗ് എന്ന് പറയുന്നത് പണ്ട് മുതലേ പാഷനായിരുന്നു. സ്കൂളിൽ മുതലേ ഞാൻ മോണോ ആക്ട്സും പിന്നെ ഡാൻസ് കോമ്പറ്റീഷൻസും അങ്ങനെ പലതിലും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ വരണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഒരു 12th സ്റ്റാൻഡേർഡ് കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ആഗ്രഹം അങ്ങ് ഞാൻ വിട്ടു. കാരണം എനിക്ക് എങ്ങനെ വരണം എന്നറിയാത്തത് കൊണ്ട് ഇനി അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനതങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് കോവിഡ് വരുന്നത്. സോ ഞാൻ വീട്ടിലേക്ക് ഇരുന്നപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സോ എനിക്ക് ഫോട്ടോഷൂട്ട്സ് മോഡലിംഗ് ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത കേസായതുകൊണ്ട് ഞാൻ വേണ്ട, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. ബട്ട് സ്റ്റിൽ എന്തോ ഞാൻ പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ദേവിക എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പിന്നെ പതിയെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു കോളേജ് ലാസ്റ്റ് ഇയറൊക്കെ ആയ സമയത്ത് പിന്നെയും എങ്ങനെ ഈ ഷൂട്ട്സ് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഓഡീഷൻസ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ഫിയർ ആയിരുന്നു. സോ അതിനൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ 1 ഇയർ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്തു. അന്ന് എനിക്ക് ഒരു ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല. സോ അവിടെ ഒരു ബ്രേക്കായി. അതിനുശേഷം അയർലൻഡ് പോകാൻ പ്ലാൻ ചെയ്തു. അവിടെ വിസ റിജക്റ്റായി. സോ അയർലൻഡ് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഗൂ എന്ന് പറയുന്ന മൂവിയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഡയറക്റ്റ് വന്നൊരു കോളായിരുന്നു, ഇൻസ്റ്റാഗ്രാം വഴി വന്നതാണ്. സോ അതായിരുന്നു എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ അറിയുന്ന ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ ഞാൻ ഗൂ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇനി അടുത്ത് എന്താണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുമല്ലോ. സോ എൻ്റെ കൂടെ പഠിക്കുന്നവർക്കൊക്കെ ജോബായി. അപ്പോൾ ഒബ്വിയസ്ലി പാരൻസിനൊരു ടെൻഷൻ ഉണ്ടാവും, നമ്മളൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. സോ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ നടന്നാൽ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഒരു IT കമ്പനിയിൽ, ഗൈഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്നു. എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ അങ്ങനെ അവിടെ ഇങ്ങനെ ജോബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊബേഷൻ പീരീഡാണ്, ഒരു 3 months ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ ഒരു ദുബായ് ഷോയ്ക്ക് വേണ്ടി ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്ത് പിന്നെ അവിടെ റീജോയിൻ ചെയ്യുന്നു. ഒരു 6 months ശേഷം റീജോയിൻ ചെയ്യുന്നു. സോ റീജോയിൻ ചെയ്യുന്ന സമയത്താണ് മൂറ എന്ന് പറയുന്ന ഒരു മൂവി ഞാൻ ചെയ്യുന്നത്. ഉപ്പുമുളകിൻ്റെ റൈറ്ററായ സുരേഷ് ബാബു കണ്ണേട്ടൻ തന്നെയാണ് മൂറയുടെ റൈറ്റർ. സോ ആ മൂവി ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുന്നു, ഞാൻ ആ മൂവി ചെയ്യുന്നു. മൂവി ചെയ്തതിന് ശേഷം പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്താണ്. ഞാൻ മാർഷൽ ആർട്സ് ട്രെയിൻഡ് ആണ്. 7th സ്റ്റാൻഡേർഡ് മുതലാണ് ഞാൻ കുംഫു പഠിക്കാൻ പോകുന്നത്. കുംഫുൽ വൂഷു എന്ന് പറയുന്നൊരു ഫോമാണ് ഞാൻ പഠിച്ചേക്കുന്നത്. സോ ഞാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഡാൻസ് അല്ലാണ്ട് വേറെ ഒന്നും പഠിക്കാൻ പോകാത്ത ഒരു ആളായിരുന്നു. ഞാനൊരു 2.5 years ആയിരുന്ന സമയത്ത് മുതലേ ക്ലാസിക്കൽ പഠിക്കുന്ന ആളാണ്. അപ്പം ഭരതനാട്യം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ മാർഷൽ ആർട്സ് പഠിക്കുന്നത്. ഞാൻ ഭയങ്കര ഗുണ്ടു അങ്ങനത്തെ ആളായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ മാർഷൽ ആർട്സ് പഠിക്കാൻ പോയാൽ നന്നായിരിക്കും എന്ന്. അങ്ങനെ അച്ഛനാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ടാക്കുന്നത്. അവിടെ പോയതിന് ശേഷം പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആ ഒരു വൈബ് ഭയങ്കരമായിട്ട് കണക്റ്റായി. സോ വീട്ടുകാരെ നിർത്താൻ പറഞ്ഞത് അത് നിർത്തത്തില്ല. പിന്നെ പഠിക്കാൻ തുടങ്ങി. പിന്നെ +2 വരെയൊക്കെ പോയി. അതിനുശേഷം പിന്നെ കോളേജൊക്കെ ഞാൻ എറണാകുളത്താണ് പഠിച്ചത് കോളേജൊക്കെ. അപ്പോൾ നാട്ടിലായിരുന്നു ഞാൻ കുംഫു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ പോയി ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. ബട്ട് സ്റ്റിൽ പ്രാക്ടീസിങ് ആണ്, ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. സോ അതാണ്, മാർഷൽ ആർട്സ് ഞാൻ ട്രെയിൻഡ് ആണ്. കൊടുക്കേണ്ടി വന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ എല്ലാം മേടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളല്ല, ഞാൻ തിരിച്ച് കൊടുക്കും. പക്ഷെ അത് മാർഷൽ ആർട്സ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വരും, ഓക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വീക്കല്ല എന്നുള്ള, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്കാണ്. പക്ഷേ അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും. ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 പേരും അല്ലെങ്കിൽ ഒരു 5 പേര് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താൽ നമ്മൾ വീക്കാണ്. പക്ഷെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താടാന്ന് ചോദിക്കാനുള്ളൊരു സംഭവം കിട്ടും. ആ ഒരു ധൈര്യം നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. എനിക്കതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ഒരുപാട് പേര് വന്ന് ഒരു അഡ്രിനാലിൻ റഷിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നല്ലാതെ
ഭയങ്കര വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ ആ ഒരു ധൈര്യം കിട്ടും, നമുക്ക് അതാണല്ലോ ആവശ്യം. കുറേയിലേക്ക് എത്തിയത് ഞാൻ ആക്ച്വലി അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കാസ്റ്റിംഗ് കോളിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ആണ് കൊടുത്തിരുന്നത്. പക്ഷേ ഞാനത് കാണുന്നത് കാസ്റ്റിംഗ് കോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷാനൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അത് അയച്ചു തരുന്നത്. ചേട്ടൻ എന്നോട് പറഞ്ഞു നവംബർ 1 എനിക്ക് അയച്ചു തരുന്നത്. ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഇത് കൊടുത്തു നോക്കും, നിനക്ക് ചിലപ്പോൾ കിട്ടും. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, ഇത് കാസ്റ്റിംഗ് ഡേറ്റ് എന്തായാലും കഴിഞ്ഞല്ലേ, കിട്ടത്തില്ല പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല, കാസ്റ്റ് ആവാത്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടാവും, സോ മേ ബി അത് നിനക്ക് കിട്ടിയാലോ, നീ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയാൽ നിനക്ക് ലോസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കൊടുത്തു നോക്കാൻ പറഞ്ഞു. എനിക്ക് മുസ്തഫയ്ക്കയുടെ ഡയറക്റ്റ് നമ്പറും തന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പുള്ളിക്കാരനെ മെസ്സേജ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സാനികാര്യത്തിൻ്റെ തന്നെ ഞാനും രാഹുലൊക്കെ കൂടി ചെയ്തൊരു വീഡിയോ, ഞാൻ ഇത് കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ പ്രീ പ്രൊഡക്ഷൻ നടന്നൊരു വീടുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. സോ ഞാനും അമ്മയായിട്ട് അവിടെ പോയി. പോയ സമയത്ത് ക്രൂ ഫുള്ളും ഉണ്ട്, കണ്ണേട്ടൻ സുരേഷ് ബാബു ചേട്ടനും ഉണ്ട്. അപ്പോൾ എനിക്ക് 2 ക്യാരക്ടേഴ്സ് തന്നു. 2 ക്യാരക്ടേഴ്സ് തന്നിട്ട് പാറമടയിലൊരു ഗേളിൻ്റെ, ഗേളിന് ആക്ച്വലി അതിൽ പേര് പോലും ഇല്ല, ജസ്റ്റ് പാറമട ഗേൾ അത്രേ ഉള്ളൂ. അപ്പോൾ അത് തന്നിട്ട് പെർഫോം ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഭയങ്കര തൻ്റേടിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പാറമടയിലുള്ള ഗേൾ എന്ന് പറയുന്നത്. സോ എനിക്ക് ഓഡിഷൻ ഭയങ്കര പേടിയാണ്, ഞാൻ നിന്ന് വേർക്കുന്നുണ്ട്. അതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തു. അപ്പം സുരേഷ് ബാബു കണ്ണേട്ടൻ വന്നിട്ട് ഓപ്പോസിറ്റ് വന്ന് പുള്ളി കൗണ്ടർ ചെയ്തു, ഞാനും തിരിച്ച് പെർഫോം ചെയ്തു. അങ്ങനെയൊക്കെ പരിപാടി കഴിഞ്ഞു. 4 ദിവസമായി വിളിച്ചില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു, വിളിച്ചില്ല. സോ ആ 4 ദിവസം ഞാൻ കരഞ്ഞു കേട്ടോ, കാരണം ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കയ്യിൻ്റെ എനിക്ക് എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടായിരുന്നു, കയ്യിലെല്ലാം വരും, പക്ഷെ എങ്ങനെയോ അത് ലാസ്റ്റ് ടൈം ആകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും, അങ്ങനെ വരും. അപ്പം ഞാനും എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ഞാൻ അങ്ങനെ വിശ്വസിച്ചു, കാരണം ഇനി എൻ്റെ കയ്യിൽ അത് കിട്ടത്തില്ല, അത് പോയി എന്ന് വിചാരിച്ചു. മുസ്തഫയ്ക്കയുടെ പടം കപ്പേള ചെയ്തൊരു ഇത്രയും വലിയ ഡയറക്ടറാണ്. സോ അതെനിക്ക് പുള്ളിയുടെ പടം കിട്ടിയ ഭയങ്കര സന്തോഷമാണ്, ചെറിയ ക്യാരക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രീം ചെയ്തിരുന്നു, അത് കിട്ടില്ല എന്ന് വിചാരിച്ച് 4ാമത്തെ ദിവസം എനിക്ക് കോൾ വരുന്നു. സോ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു സെക്കൻഡ് ഓഡിഷൻ റൗണ്ടാണ്, പോകാൻ പറഞ്ഞു. ഞാനവിടെ പോയപ്പോൾ ഓഡിഷൻ ഇല്ല, ഓൾറെഡി ഫിക്സ് ചെയ്തു, ക്യാരക്ടേഴ്സൊക്കെ ഫിക്സ് ചെയ്തു. എനിക്ക് ആ പാറമടയിലുള്ള ക്യാരക്ടർ തന്നെ കിട്ടി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഒരു 10 days ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഡേ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ വേറെ ആൾക്കാർക്കായിരുന്നു. സോ ഫസ്റ്റ് ഡേ ഞങ്ങളെല്ലാവരും പരിചയപ്പെടുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു മാർഷൽ ആർട്സ് ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇതിലൊക്കെ ആഡ് ഓൺ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ട്രെയിനിങ് തന്നു. ഒരു ദിവസം ഫൈറ്റൊക്കെ ട്രെയിനിങ് തന്ന് ഞങ്ങൾ ഫൈറ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് സെറ്റായി. കുറച്ച് ഡയലോഗും ഒത്തിരി ഫൈറ്റും ഇതായിരുന്നു എൻ്റെ ക്യാരക്ടർ. അങ്ങനെ ഞങ്ങൾ പാറമടയിൽ ഷൂട്ടിന് പോയി. 2 ദിവസം നല്ല വെയിലായിരുന്നു, ഫുള്ള് വെയിലത്ത് നമ്മൾ 2 ദിവസം അത് ഷൂട്ട് ചെയ്തു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടായി. ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞ് അതിലൊരാളുടെ റിയാക്ഷൻ ഭയങ്കര നേരത്തെയാണ് പുള്ളി ചെയ്യുന്നത്. ഞാൻ ഒരു കിക്ക് ചെയ്യുന്നൊരു പുള്ളിയുണ്ട്, അനീഷ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ റിയാക്ഷൻ നേരത്തെ എന്തോ കൊണ്ട് അയാൾക്ക് വയ്യാകെ എന്തോ വന്നിട്ട് പെട്ടെന്ന് അത് ചെയ്യേണ്ടി വന്നു. പുള്ളി ഭയങ്കര നേരത്തെ റിയാക്ഷൻ ഇട്ടു. അപ്പം അപ്പം എന്നോട് ഇക്ക പറഞ്ഞു നീ ധൈര്യമായിട്ട് ഒരെണ്ണം കൊടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണം കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് നല്ലത് കിട്ടി. കാരണം എനിക്ക് ഒരു കിക്ക് ഞാൻ കുറച്ച് പവർഫുള്ളാണ്, അത് മാത്രമേ എനിക്ക് അത്ര കുറച്ച് പവർഫുള്ളായിട്ടുള്ളൂ. അത് തന്നെ ചെയ്തു, പുള്ളിക്ക് ഒരെണ്ണം കിട്ടി. പുള്ളി അങ്ങനെ സ്റ്റക്കായി പോയി. അപ്പോൾ നമ്മളപ്പോൾ ബ്രേക്ക് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് മഴ പെയ്തപ്പോൾ അന്ന് ഷൂട്ട് നടന്നില്ല. 2 ദിവസത്തേക്കാണ് അവർ പാറമട എടുത്തിരുന്നത്. അപ്പോൾ ഷൂട്ട് പിന്നീട് നടന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി പാച്ച് ഉണ്ടാവും, പിന്നെ ആയിരിക്കും ഷൂട്ട് വരുന്നത്. അങ്ങനെ ഞാൻ പാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ പാച്ച് അവർ ഷൂട്ട് ചെയ്യുന്ന ഡേ പാറമടയിൽ വെള്ളം കയറി, അവിടെ ഇനി ഷൂട്ടില്ല, ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായി. സോ ആ സീൻസൊക്കെ ക്യാൻസൽ ചെയ്തു. തിയേറ്ററിൽ എൻ്റെ ഇത്ര മാത്രമേ കാണാം, 2 ഡയലോഗ്സ് മാത്രമല്ല, എനിക്ക് ഫൈറ്റ് സീക്വൻസോ ഒന്നുമില്ല, കാരണം അതെല്ലാം കട്ടായി പോയി. ആദ്യം എനിക്ക് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമമായി. അത് ഇട്ടിരുന്ന് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇത് കിട്ടും ആയിരുന്നു എന്ന് തോന്നി, കാരണം 2-3 ഡയലോഗ്സേ ഉള്ളൂ അതിൽ. പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പടത്തിനത് ഇതില്ലെങ്കിലും അത് നെസസിറ്റി അല്ല. എൻ്റെ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് നെസസിറ്റി അല്ല. പിന്നെ നമ്മൾ 2 ഡയലോഗ് ആയാലും 1 ഡയലോഗ് ആയാലും നമ്മളത് നന്നായി ചെയ്യുകയാണെങ്കിൽ ഫ്യൂ ആൾക്കാരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കും. അതെനിക്ക് മനസ്സിലായി. ഇപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമാണ്, നമുക്ക് എന്തും ചെയ്യാം. സോ ഞാൻ കൂടുതലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന രാഹുൽ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അവൻ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ വീടിൻ്റെ കുറച്ചടുത്താണ് അവൻ. അപ്പോൾ അവനും ഇങ്ങനെ സിനിമ ഒക്കെ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഫിലിം മേക്കിംഗ് ഇഷ്ടമുള്ള ആളാണ്. സോ ഞങ്ങളിങ്ങനെ സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിളിച്ചായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ ഒരു 1 hour 2 hour ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയും എടാ നമുക്ക് അത് സാധനം ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയും. ഒരു ദിവസം എൻ്റെ അച്ഛന് പപ്പടത്തിൻ്റെ ഫാക്ടറിയാണുള്ളത്. സോ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പപ്പട കമ്പനിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. ആക്ച്വലി അത് ഞങ്ങളുടെ ഫാക്ടറിയാണ്. സോ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഒരു കണ്ടന്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഈ പാട്ട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ ഇങ്ങനെ നമുക്ക് കമ്പനിയുടെ ഉള്ളിലുള്ളൊരു പ്രണയം നമുക്ക് ചെയ്താലോ, രസം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ അവൻ പറഞ്ഞു ആ ചെയ്യാം. അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു 1 hour ക്രിയേറ്റ് വീഡിയോ ആണ്, പെട്ടെന്നൊരു 2-3 million വ്യൂസ് റീച്ച് പോയി.
അല്ല എൻ്റെ അച്ഛനൊക്കെ ചെറിയൊരു റോളൊക്കെ കൊടുത്തു കേട്ടോ. എല്ലാവർക്കും എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ പ്ലേസ് ചെയ്യും അച്ഛനും. അപ്പോൾ അവൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാനി കൈത, ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്നത് സാനി കൈതത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതുപോലുള്ള എല്ലാ വീഡിയോസിലും അവിടെ അത് ചെയ്യാവോ ഇത് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും കൂടെ വരും. സോ ഞങ്ങളങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പുറത്തുനിന്ന് ആൾക്കാർ വിളിക്കും ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള വീഡിയോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കൊരു സ്പേസ് ഉണ്ട്, നമ്മളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ വൈബിൽ അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൽ കിട്ടുന്ന കുറേ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്ക് മാക്സിമം വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എല്ലാ വീഡിയോസ് ഇൻസ്റ്റാഗ്രാംസിൽ വരുന്നത്. സോ കുറേ പേർക്കൊരു കൺഫ്യൂഷനും ടെൻഷനും, ലൈക്ക് കുറേ പേര് എൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റനാണ് ആൾ എൻ്റെ റിലേഷൻ ലൈക്ക് ഞങ്ങൾ എൻ്റെ ബോയ് ഫ്രണ്ട് ആണോന്നൊക്കെ. അല്ല, അവർ വേറെ റിലേഷൻ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് കുറച്ചധികം ദേഷ്യമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. കാരണം ഞാൻ എൻ്റെ ദേഷ്യം ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാവർക്കും കംഫർട്ട് സോൺ വീടാണ്. സോ ഞാനും വീട്ടിലാണ്, അച്ഛൻ അമ്മ അനിയത്തിയടുത്താണ് ഏറ്റവും കൂടുതൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത്. പുറത്തങ്ങനെ ആരോടും ദേഷ്യം കാണിക്കാറില്ല. ഈവൻ ദേഷ്യം വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ കരയും. അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് വിഷമം വന്നിട്ട് കരയാന്ന്. ശരിക്കും അങ്ങനെയല്ല. ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഇമോഷനാണ് എൻ്റെ കരച്ചിൽ എന്ന് പറയുന്നത്. എനിക്കതൊട്ടും ഇഷ്ടമല്ല. ഞാൻ കരയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കത് ഇഷ്ടമല്ല. സോ ഞാൻ പൊതുവേ പബ്ലിക്കിൽ ദേഷ്യം കാണിക്കാറില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കള്ളം പറയാൻ ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും നീ കള്ളം പറയാറില്ലേന്ന് ചോദിക്കും. ഞാൻ കള്ളം പറയുമെന്ന് ചോദിച്ചാൽ കുഞ്ഞു കള്ളം പറയാറുണ്ട്, വീട്ടിൽ നിന്ന് സ്കിപ്പ് അടിക്കാനൊക്കെ. പക്ഷെ എന്നാൽ കൂടി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സത്യം പറയും. കാരണം എനിക്ക് പാരൻസിനോട് പോലും കള്ളം പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഞാനങ്ങനെ എപ്പോഴും റിവീൽ ചെയ്യുന്ന ആളല്ല. കാരണം ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അത്രയും സ്വപ്നം കാണുന്ന സംഭവമാണല്ലോ. സോ അത് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കെന്തോ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് ആക്ടിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു നായികയല്ല, നടിയാവണം എന്നാണ് ആഗ്രഹം. ഒക്കെ എനിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. സോ ഞാൻ ഭയങ്കര ബേസിൽ നിൽക്കുന്ന ആളാണ്. സോ എനിക്ക് എന്നെ തന്നെ വർക്ക് ചെയ്യണം, എന്നെ തന്നെ പോളിഷ് ചെയ്യണം, കുറച്ചും കൂടി ബെറ്റർ ആവണം, നടിയാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ആ നടി എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അവിടെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ലാലേട്ടൻ ഭയങ്കര ഹ്യൂജ് ഫാനാണ് ഞാൻ. സോ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് എനിക്ക് ചെറിയ ക്യാരക്ടറായാലും കുഴപ്പമില്ല, വലിയ ക്യാരക്ടറായാലും കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമാണ്. കൂടുതലും എനിക്ക് കുറച്ചുകൂടി കിൽബിൽ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാനി കൈതമൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പിന്നെ ഉർവശി മാമിൻ്റെയൊക്കെ കുറേ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടി. കാരണം നമ്മൾ ഓഡിയൻസിന് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആവാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഉർവശി മാമൊക്കെ പണ്ട് ചെയ്തു വെച്ചേക്കുന്നത്, ഈവൻ ഇപ്പോഴും. സോ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കിൽബിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി ഞാൻ ഫോറൻസിക് ഗ്രാജുവേറ്റ് ആണ്. സോ എൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തേർഡ് ഇയർ കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളും അടുത്ത നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അപ്പോഴും ഞാനൊന്നും പ്ലാൻഡ് അല്ല. എനിക്ക് ഡാൻസിൽ ഡിപ്ലോമ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈഡുണ്ട്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഒരു സൈഡുണ്ട്. സോ ഞാൻ ആദ്യം ചൂസ് ചെയ്തത് സിവിൽ സർവീസ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ എൻ്റെ പാരൻസ് ഓക്കെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്നുള്ളൊരു സ്പേസ് തരുന്നവരാണ്. അപ്പോൾ സിവിൽ സർവീസ് എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതായിരുന്നു. സോ അതുകൊണ്ടും കൂടെയാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. പിന്നെ എനിക്കും അതിനോട് സോഷ്യൽ സർവീസ് ഇതൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരുന്നു. പക്ഷെ അവിടെ കിട്ടാണ്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈവൻ എൻ്റെ പാരൻസും പറഞ്ഞു അതൊന്നും കൂടി ട്രൈ ചെയ്യുന്നത്. കാരണം വളരെ ചെറിയൊരു മാർക്കിനാണ് എനിക്ക് പോകുന്നത്, 0.something മാർക്കിനാണ് പോകുന്നത്. സോ എല്ലാവരും പറഞ്ഞു എനിക്കത് തന്നെ പ്രിപ്പയർ ചെയ്യൂ, ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം കിട്ടും എന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ആ 1 year ഇരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് സിവിൽ സർവീസ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എനിക്ക് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു. ആ ഒരു പീരീഡ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ പാരൻസ്, അമ്മ വാസ് ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. കാരണം എൻ്റെ ആ ഒരു 1 year ജേർണി അമ്മ ഒരുപാട് കണ്ടതാണ്. സോ അമ്മ പറഞ്ഞു ഞാൻ ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് നടക്കുന്ന ആളാണ്. സോ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടിയത് അമ്മയ്ക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കി. സോ അമ്മ പറഞ്ഞു ഇഷ്ടമുള്ളത് ചെയ്തോളാം. അങ്ങനെയാണ് ഞാൻ പിന്നെ ഡാൻസ് പെർസ്യൂ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നത്. പിന്നെ പാരൻസ് പിന്നെ അപ്പോൾ അവർക്ക് ടെൻഷനായി തുടങ്ങി. അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ഹൗസിൽ കോർപ്പറേറ്റിലേക്ക് പോകുന്നത്. പക്ഷെ ഉപ്പുമുളകുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ സമയത്ത് എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും എന്നെക്കാളും കൂടുതലും നീ അത് ചെയ്യണം എന്ന് പറഞ്ഞതും എൻ്റെ പാരൻസാണ്. സോ എനിക്ക് എൻ്റെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ, ഇവർ ഇത്രയും പേര്, പിന്നെ എനിക്ക് കുറച്ച് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഇത്രയും പേര് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് സിസ്റ്റംസ് ആണ്.
സോ അവരൊരിക്കലും എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ടൈപ്പല്ല. സോ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് അവർ. അപ്പോൾ അവരാണ് എൻ്റെ ഒരു പില്ലേഴ്സ്. ഇന്ന് വരെ സർപ്രൈസ് പാർട്ടി എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ സർപ്രൈസൊക്കെ തരണം എന്നൊക്കെ. പക്ഷേ ഇന്നുവരെ സർപ്രൈസ് പാർട്ടിയൊക്കെ കിട്ടിയിട്ടില്ല. പാർട്ടിയായിട്ട് കിട്ടിയിട്ടില്ല, കുഞ്ഞു ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുഞ്ഞു കാര്യത്തിൽ ഭയങ്കര സന്തോഷിക്കുന്ന ആളാണ്. സോ എനിക്ക് ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഇമോഷണലി പെട്ടെന്ന് വീക്കായിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഇമോഷണലി ചെറിയ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മടുത്തതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് ഒക്കെ നടന്ന സമയത്ത് ഞാൻ ഭയങ്കര അയ്യോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ബ്രേക്കപ്പ് ആയതുകൊണ്ടൊന്നല്ല കേട്ടോ, അത് സംഭവം എനിക്ക് അങ്ങനെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ഡിഗ്നിറ്റി ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. സോ സെൽഫ് ഡിഗ്നിറ്റി ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളൊരു ഇതിൽ ഓക്കെ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് സ്പോയിലായി പോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ലൈഫിന് എന്താ പർപ്പസ് എന്നൊക്കെ തോന്നിയൊരു ടൈമുണ്ട്. അതൊക്കെ ഭയങ്കര കുഞ്ഞു മിനിറ്റ്സിലുള്ളതാണ്. അതൊക്കെ ഞാൻ പെട്ടെന്ന് കവർ ചെയ്യും. പ്രണയം ഞാനായിട്ട് പറയാൻ പോയിട്ടില്ല. എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ചെറിയ ചെറിയ പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രപ്പോസൽ വന്നിട്ട് അങ്ങനെയാണ് റിലേഷൻഷിപ്പൊക്കെ വരുന്നത്. സോ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണ് അതല്ലേ പറയാൻ പറ്റുന്നത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ബ്രേക്കപ്പ് ആയപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാ റിലേഷൻഷിപ്സും ഒരു ലെസൺസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് സോ അതിലെനിക്ക് റിഗ്രറ്റ് ഇല്ല. എക്സാം എഴുതുമ്പോൾ കോപ്പി അടിച്ചിട്ടില്ല. ഞാൻ കോപ്പി അടിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം ഒരു തവണ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒരു 4th or 5th എന്തോ പഠിക്കുന്ന സമയത്താണ് 2 മാർക്കിൻ്റെ 7th പഠിക്കുമ്പോൾ ആദ്യമായിട്ട് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. ലൈക്ക് എനിക്കതിൽ ഫുൾ മാർക്ക് മേടിക്കണം എന്നൊരു മൈൻഡ് സെറ്റായിരുന്നു. പക്ഷേ ആ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ അറിയില്ലായിരുന്നു. സോ അന്ന് എനിക്കൊരു ടെൻറ്റേഷൻ ഉണ്ടായിരുന്നു കോപ്പി അടിക്കണം. പക്ഷേ അത് മേടിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കോപ്പി അടിച്ചെഴുതി. എന്നിട്ട് ഞാൻ മാമിനോട് ചെന്ന് പറഞ്ഞ് ആ മാർക്ക് കട്ട് ചെയ്ത് മേടിച്ചു. കാരണം അത് ഞാൻ ഇത് ചെയ്യുമ്പോൾ നന്മമരം എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ അങ്ങനെയല്ല, ആ മാർക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും അതെനിക്ക് അർഹിക്കാത്തതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിനുശേഷം ഞാൻ അന്ന് ഞാൻ ഒരു പ്രോമിസ് എനിക്ക് സെൽഫായിട്ട് എടുത്തതാണ്, ഞാൻ ഒരിക്കലും ഇനി കോപ്പി അടിക്കില്ല. ഞാൻ അതിനുശേഷം കോപ്പി അടിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കോപ്പി അടിക്കാൻ. അത് ചെയ്യുന്ന തെറ്റാണ് കേട്ടോ. ചാൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. ചേട്ടാ ഓഡിഷൻ കോളൊക്കെ വരികയാണെങ്കിൽ പറയണം ചേട്ടാ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ വിളിക്കും, ഗൗരി ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. കൊടുത്തിട്ടൊന്നും ആയില്ലെങ്കിൽ ചേട്ടാ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ചേട്ടാ, എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട്. കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ ജനറലായിരിക്കും മിക്ക സമയം. ഞാനിങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്ന ആളോ അങ്ങനെയൊന്നുമല്ല, കിട്ടുന്ന ട്രെയിനിൽ കയറി പോകുന്ന ഒരു കൈൻഡാണ്. അത് ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ ചിലപ്പോഴൊക്കെ ജനറലെടുത്ത് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ബുക്ക് ചെയ്ത് പോകാറുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നേരെ ചെന്ന് ജനറൽ കയറി പോകും. ഇപ്പോൾ ചില സമയം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോലും ടൈം ഉണ്ടാവില്ല, ട്രെയിൻ എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ തൂങ്ങിയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ സമയത്ത് ചില ദിവസമൊക്കെ ഞാൻ ടിക്കറ്റ് എടുക്കാതെ പോയി. ഒരു തവണ ഞാൻ എന്ത് കള്ളത്തിന് ചെയ്താലും എനിക്ക് നല്ല പണി കിട്ടും തിരിച്ച്. ഒരു തവണ ഞാൻ ടിക്കറ്റ് എടുക്കാണ്ട് പോയി. ചെക്കർ വന്നു, ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചെക്കർ വന്ന് എനിക്ക് ഫൈൻ മേടിച്ച് വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് ടിക്കറ്റ് എടുക്കാതെ പോകുന്നത്. എനിക്കത് പണി കിട്ടും.